നമസ്കാരം. എല്ലാ മലയാളികളും ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ വൈകുന്നേരം പുറത്തു വന്നിട്ടുള്ളത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക അസുഖത്തിൽ നിന്ന് മുക്തി നേടി തിരിച്ചു വരുന്നു എന്നുള്ളൊരു വാർത്തയാണ്. അദ്ദേഹത്തിൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ട അവസാന ടെസ്റ്റ് ഇന്നലെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം എല്ലാത്തിൽ നിന്നും ക്ലിയർ ചെയ്ത് വീണ്ടും ആക്റ്റീവായി വരികയാണെന്നൊരു വാർത്ത ഇന്നലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പുറത്തുവിട്ടു. ഈ ഒരു വാർത്ത പുറത്തു വന്ന നിമിഷം മുതൽ എല്ലാ മലയാളികളും അത് ആഘോഷിക്കുകയാണ്. സോഷ്യൽ മീഡിയയ്ക്ക് പുറത്തും ഒന്നാകെ ആ ഒരു വാർത്ത കത്തിപ്പടർന്നു. എല്ലാ മലയാളികളും വളരെ സന്തോഷത്തോടുകൂടി ആ വാർത്ത പങ്കുവെച്ചു. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും, അത് സിനിമാ രംഗത്തുള്ളവർ മാത്രമല്ല, അതിന് പുറത്തുള്ളവരും രാഷ്ട്രീയ മേഖലയുള്ളവരും സാഹിത്യ മേഖലയുള്ളവരും ഒന്നടങ്കമാണ് ആ വാർത്ത സ്വീകരിച്ചത്, ആ വാർത്ത സന്തോഷത്തോടെ പങ്കുവെച്ചത്. ഇപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, എന്താണ് അതിൻ്റെ പിറകിലുള്ള കാരണം? മമ്മൂട്ടി എന്ന് പറയുന്ന വലിയ താരത്തോടുള്ള റെസ്പെക്റ്റിൻ്റെയാണ്, അല്ലെങ്കിൽ വലിയ അഭിനേതാവിനോടുള്ള ഒരു സ്നേഹമാണോ, എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് തോന്നുന്നു ഇതൊന്നും അല്ല. കാരണം ഒരു അഭിനേതാവിനോടോ അല്ലെങ്കിൽ ഒരു താരത്തോടുള്ള സ്നേഹത്തിനപ്പുറത്തേക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ മലയാളികളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ്. കാരണം കഴിഞ്ഞ 45 അല്ലെങ്കിൽ അതിനേറെ കൊല്ലങ്ങളായിട്ട് മമ്മൂട്ടി വളരെ ആക്റ്റീവായിട്ട് നമ്മൾ ഓരോ മലയാളികളുടെയും ദൈനംദിന ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ബാഹ്യമായ ഇടപെടലുകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടിൽ സ്വാധീനിക്കപ്പെടലുകളോ, അങ്ങനെ പലതരത്തിലുള്ള ഇടപെടലുകൾ. അപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയോട്, അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട്, അല്ലെങ്കിൽ അദ്ദേഹം നമ്മളോട് നമ്മളുമായിട്ടൊക്കെ സിനിമയിലൂടെയും അല്ലാതെയൊക്കെയുള്ളൊരു കമ്മ്യൂണിക്കേഷൻസിലൂടെ അദ്ദേഹത്തോടുള്ളൊരു അടുപ്പം എല്ലാ മലയാളികൾക്കും ഉണ്ട്. അദ്ദേഹം നമ്മളിൽ ആരൊക്കെയോ ആണ്, അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ഒരാളാണെന്നൊരു തോന്നൽ എല്ലാ മലയാളിക്കും ഉണ്ട്. അതിൽ പ്രത്യേകിച്ചിട്ടുള്ള വിഭാഗീയതകളൊന്നുമില്ല. അത് ഇന്ന കാരണം കൊണ്ടൊന്നും തിരഞ്ഞെടുക്കപ്പെടേണ്ട ഒരു കാര്യമേ ഇല്ല. അപ്പം എല്ലാ മലയാളിക്കും അങ്ങനെ ഒരു ഇഷ്ടമുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന എനിക്കുമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടുള്ള ഇഷ്ടം മാത്രമല്ല, അതല്ലാതെ അദ്ദേഹത്തിനോടുള്ള നിലപാടുകളോടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തോടോ ഒക്കെയുള്ള ഒരു ആരാധന, അങ്ങനെ പലതരത്തിലുമാണ്. നമ്മളിൽ ആരൊക്കെയോ ആണ് എന്നൊരു തോന്നൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ അദ്ദേഹം അസുഖബാധിതനായി എന്നറിഞ്ഞ മുതൽ തന്നെ വളരെ സങ്കടകരമായ വിഷമകരമായിട്ടുള്ളൊരു വാർത്ത കേട്ട പോലെയായിരുന്നു. ഇന്നലെയാണ് അതിൻ്റെ ഒരു അസുഖം എല്ലാ തരത്തിലും മമ്മൂക്കയെ വിട്ടു പോയി. മമ്മൂക്ക വീണ്ടും ആക്റ്റീവായി സിനിമയിലോട്ട് വരുന്നു. നമുക്കറിയാം, ശ്വാസത്തിൽ പോലും സിനിമ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് മമ്മൂക്ക. വടികുത്തിയാണെങ്കിൽ പോലും ഞാൻ അഭിനയിക്കും എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രത്തോളം അഭിനിവേശത്തോടുകൂടെ സിനിമയെ അല്ലെങ്കിൽ അഭിനയത്തെ, തന്നെ പ്രൊഫഷനെ ഒക്കെ കാണുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഒരാളോട് മലയാളിക്ക് ഉണ്ടാകുന്നൊരു അടുപ്പം അതിലേറെ ഉണ്ട് മമ്മൂക്കയോട്. കാരണം മമ്മൂക്ക ഓരോരുത്തരുടെയും വീട്ടിലെ ആരൊക്കെയാണ് എന്നൊരിതാണ്. കാരണം അങ്ങനെ ഒരു സന്തോഷം കിട്ടിയ പോലെയാണ് എല്ലാവരും ഇന്നലെ അത് പങ്കുവെച്ചത്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുറിപ്പെന്ന് പറഞ്ഞാൽ VK ശ്രീരാമൻ സാറിൻ്റെ ഒരു കുറിപ്പായിരുന്നു. അത് അദ്ദേഹവുമായുള്ള വ്യക്തിബന്ധം കൊണ്ടാണെങ്കിൽ പോലും അത് വായിക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. അത് ശ്രീരാമൻ ചേട്ടൻ്റെ ആയിരുന്നു ഏറ്റവും കൗതുകമുള്ള, അല്ലെങ്കിൽ ഏറ്റവും രസകരമായ, ഏറ്റവും സന്തോഷത്തോടുകൂടി കണ്ണു നിറഞ്ഞൊക്കെ വായിച്ചിട്ടുള്ള ഒരു കുറിപ്പായിരുന്നു അത്. അദ്ദേഹം അതിനുശേഷം മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റിലൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മമ്മൂക്കയുമായുള്ള ബന്ധവും ഒക്കെ അതും അസുഖമായ സമയത്തൊക്കെ നിരന്തരം കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ 6 മാസത്തോളമായി മമ്മൂക്ക സിനിമയിൽ നിന്നൊക്കെ വിട്ടുനോക്കുന്നു. ഒരു സിനിമയാണ് അദ്ദേഹത്തിന് റിലീസായത്. അത് തിയേറ്ററിൽ വേണ്ടത്ര സ്വീകരിക്കപ്പെട്ടില്ല. അപ്പോൾ ഇനി വരാനിരിക്കുന്ന ഒരു സിനിമയിൽ വലിയ പ്രതീക്ഷയും കൂടെ ഉണ്ട് ആളുകൾക്ക്. കാരണം അത്തരത്തിലൊരു സിനിമയാണ് അത്, കളങ്കാവൽ. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും അങ്ങനെ ഒന്നാണ്. അപ്പോൾ ഈ മമ്മൂട്ടി അല്ലെങ്കിൽ ഈ മോഹൻലാൽ എന്നൊക്കെ പറയുന്ന ആളുകൾ ശരിക്കും മലയാളികളെ സംബന്ധിച്ച് ഒരു അഭിനേതാവെന്നോ അല്ലെങ്കിൽ ഒരു താരമെന്നോ ഒക്കെയുള്ള ഒരു സ്റ്റാൻഡല്ല ഉള്ളത് അവർക്ക്. അത് നമ്മളെല്ലാവർക്കും നമ്മളുടെ കൂടെയുള്ള ഒരാളാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ വയ്യായ്ക വരുമ്പോൾ നമുക്ക് വല്ലാത്ത പ്രയാസങ്ങളാണ്. അത് ഇവർക്കൊക്കെ പ്രായമായി വരുന്നു എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു വിഷമമാണ്. അപ്പോൾ മമ്മൂക്ക എന്തായാലും അസുഖത്തിൽ നിന്ന് മുക്തിയായി, അല്ലെങ്കിൽ അസുഖത്തിൽ നിന്ന് എല്ലാ തരത്തിലും മോചിതനായി എന്നൊക്കെ കേൾക്കുന്ന വാർത്തയും അദ്ദേഹത്തിന് തിരിച്ചുവരവൊക്കെ വലിയ രീതിയിൽ മലയാളി ഇനിയും ആഘോഷിക്കും. അദ്ദേഹത്തിന് പിറന്നാൾ വരാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പിറന്നാൾ ദിനത്തിൽ അദ്ദേഹം മലയാളികളോട് കൂടെ വീണ്ടും ചേരുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷയുണ്ട്. അങ്ങനെ തന്നെ അത് സംഭവിക്കട്ടെ. അപ്പോൾ വീണ്ടും മലയാളിക്ക് ആഘോഷിക്കാനും മലയാളികളുടെ സങ്കടങ്ങളിലും മലയാളികളുടെ സന്തോഷത്തിലും ഇഷ്ടങ്ങളിലും ഒക്കെ മമ്മൂക്ക ഇനിയും ഒരുപാട് കാലം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.